നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലും തൃപ്രയാറിലും സന്ദർശനം നടത്തിയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിൻ ഷിപ്പ്യാർഡിലെത്തി. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പരിപാടിയിൽ അദ്ദേഹത്തിനൊപ്പം കേരള ഗവർണറും പങ്കെടുക്കുന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. 4000 കോടിയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം, ഡ്രൈ ഡോക്ക് എന്നിവയും IOCയുടെ LPG ഇറക്കുമതി ടെർമിനലും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. തൃപ്രയാർ ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തിയത്. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭാഗമാകാൻ സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തൃപ്രയാറിൽ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ സമുദ്രമേഖലയുടെ വികസനത്തിനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ നേരിട്ടും അല്ലാതെയും ഏകദേശം 5000-ഓളം പേർക്കാണ് തൊഴിൽ കിട്ടുന്നത്. കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ചൈന, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാകും. ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവെട്ടിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകൻ TJ ജോസഫിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1-ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJP ശക്തി കേന്ദ്ര പ്രമുഖരുടെ സമ്മേളനത്തിലേക്കായിരുന്നു പ്രൊഫസർ TJ ജോസഫിന് ക്ഷണം കിട്ടിയത്. അതേസമയം പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ മോദി തൃപ്രയാർ തേവരെ വണങ്ങി വേദാർച്ചനയിലും ഭജനയിലും പങ്കെടുത്തു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനൂട്ട് വഴിപാട് നടത്തി. തൃപ്രയാറിലെ പ്രധാന വഴിപാടാണ് മീനൂട്ട് വഴിപാട്. ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലെ മീനുകളെ ഊട്ടിയാൽ എല്ലാ അനുഗ്രഹങ്ങളും തൃപ്രയാറപ്പന് നൽകുമെന്ന വിശ്വാസമാണുള്ളത്. കേരളത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. തൃശൂർ ജില്ലയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് ക്ഷേത്രം. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മോദി തൃപ്രയാറിലെത്തിയത്. ഗുരുവായൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വലപ്പാട് സ്കൂൾ മൈതാനത്തെത്തിയ അദ്ദേഹം റോഡ് മാർഗമായിരുന്നു ആ ക്ഷേത്രത്തിലെത്തിയത്. അതിനുശേഷം അവിടെ നിന്നാണ് അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.